ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തതിന് പിന്നാലെ ആറന്മുളയിലെ വസതിയിൽ SIT പരിശോധന നടത്തുകയാണ്. പത്മകുമാറും സംഘവും ആറന്മുളയിലെ വീട്ടിലിരുന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഗോകുൽനാഥും ഹരിമോഹനുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം ഹരിമോഹനിലേക്ക് പോയാൽ, ഹരി, SIT ഇതിൽ പറയുന്നത് എന്താണ്? ഈ വീട് കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയാണോ നടന്നിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? വിനിത, തുടക്കത്തിലൊക്കെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ചില കണ്ടെത്തലുകൾ, ചില മൊഴികളൊക്കെ തന്നെയാണ് SITയുടെ പക്കൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇതിന്റെ ഗൂഢാലോചനയുടെ ഉത്ഭവം പത്മകുമാറാണെന്നും ആ ഗൂഢാലോചന കേന്ദ്രം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടാണെന്നുമുള്ള കണ്ടെത്തലിലേക്ക് SIT എത്തിച്ചേർന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണെന്നുള്ള SITയുടെ ഒരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത്. അത് ഇപ്പോഴല്ല, അതായത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിന് മുൻപ്, ദേവസ്വം ബോർഡ് യോഗം നടക്കുന്ന സമയത്തുമല്ല, അതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ ഗൂഢാലോചന തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ ഗൂഢാലോചന പലവട്ടം, ഒന്നിലധികം തവണ നടന്നു എന്നുള്ള ചില നിഗമനങ്ങൾ കൂടി SITയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. കാരണം ദേവസ്വം ബോർഡ് ആസ്ഥാനമോ സന്നിധാനമോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റുമല്ല, മറിച്ച് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടാണ് ആ ഗൂഢാലോചനയുടെ കേന്ദ്രം എന്നുള്ളത് SIT കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. SITയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള പരിശോധന കൂടിയാണ്. കാരണം മുൻപ് അറസ്റ്റിലായിട്ടുള്ള മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലും സമാനമായിട്ടുള്ള പരിശോധനകൾ അവർ അറസ്റ്റിലായതിനു ശേഷം നടത്തിയിരുന്നു. ആ പരിശോധനയിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് N വാസുവിന് കുരുക്കായി മാറുകയും ചെയ്തത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള D സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയായിരുന്നു. അന്ന് അവിടെ നിന്ന് വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് ലഭിച്ചിരുന്നു ഈ പാളികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തിയതും. ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയിൽ കൃത്യമായി ഈ രേഖകൾ ഏതെങ്കിലും തന്നെ ലഭിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഈ പത്മകുമാറിന്റെ ഭൂമി ഇടപാടുകൾ, സ്വത്തിടപാടുകൾ, പണമിടപാടുകൾ ഒക്കെ സംബന്ധിച്ച് SIT അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് SIT പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് വളരെ നിർണായകമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിവരങ്ങളുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ആഴ്ച തിങ്കളാഴ്ചയോടുകൂടി പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് SIT കടക്കുക. എന്നാലും SITയുടെ പക്കൽ പത്മകുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഈ ഘട്ടത്തിലാണ് വരുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചന പത്മകുമാർ നടത്തുകയും അത് പിന്നീട് ദേവസ്വം ബോർഡ് ഭരണസമിതി കൂടുന്ന സമയത്ത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടെന്നും ആ അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കണമെന്നും ദേവസ്വം ബോർഡ് യോഗത്തിൽ ആവശ്യപ്പെട്ടത് പത്മകുമാർ നേരിട്ടാണ്. അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതിനെ എതിർത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് ഉദ്യോഗസ്ഥരിലേക്ക്, അതായത് സാധാരണ രീതിയിൽ പോകാറുള്ള പ്രക്രിയയിലേക്ക് ആ നടപടിക്രമങ്ങളെ പത്മകുമാർ മാറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫയൽ നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്ക് എത്തി, പിന്നീട് തിരുവാഭരണം കമ്മീഷനിലേക്കും അവിടുന്ന് ദേവസ്വം കമ്മീഷനിലേക്കും ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും അതിന് നടപടിക്രമങ്ങൾ വഴിയത് പോയത്. അതല്ലായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അന്നത്തെ യോഗത്തിൽ കൃത്യമായി അതിൽ തീരുമാനമെടുത്തേനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ വേണ്ടിയുള്ള അനുമതി നൽകുമായിരുന്നു എന്നുള്ളതാണ് SIT മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഈ വിഷയം ചർച്ചയ്ക്കേ ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. പക്ഷെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്, ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ തന്നെയാണ്. കാരണം അന്ന് ഈ ദേവസ്വം ബോർഡ് യോഗം ചേരാൻ വേണ്ടിയുള്ള അജണ്ട നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിന്മേലുള്ള ചർച്ച നടത്തണം എന്ന് പറഞ്ഞ് അതിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ചേർത്തു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ, ആ രേഖയുടെ പകർപ്പടക്കം SITക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ തന്നെ പത്മകുമാറിന് കുരുക്കായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതുവരെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നും ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയാണെന്നും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന തരത്തിലും വാദിച്ചിരുന്ന വ്യക്തികൾ പോലും, പത്മകുമാർ അടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചെമ്പുപാളി തന്നെയാണ്, സ്വർണ്ണപ്പാളിയല്ല. അതായത് സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട്, പത്മകുമാർ രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രം അത് ചെമ്പുപാളി ആവില്ലല്ലോ, അല്ലെ?
അതെ വിനീത, ഈ ചെമ്പുപാളികൾ എന്നുള്ള വാദം തുടക്കം മുതൽക്ക് തന്നെ പത്മകുമാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് സ്വർണം പൂശിയെങ്കിലും അത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ വാദം. അതേ വാദം തന്നെ എല്ലാ രേഖകളിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പത്മകുമാർ ഉദ്ദേശിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ ഓരോ രേഖകളിലും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് അവർക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് കൃത്യമായ നിർദ്ദേശം ലഭിച്ചതുകൊണ്ടും അവർക്ക് മുന്നേ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി ആ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതും കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ അജണ്ട നോട്ടീസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള ആ തീരുമാനം അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പത്മകുമാർ എഴുതുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന വാചകം എന്ന് പറയുന്നത് ചെമ്പുപാളികൾ എന്നുള്ളതാണ്. സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് സ്വർണം എന്ന് പറയുന്ന വാക്ക് ഒരിടത്തും വരരുതെന്ന് മറ്റാരേക്കാളും നിർബന്ധമുണ്ടായിരുന്ന ആൾ പത്മകുമാർ തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം അജണ്ട നോട്ടീസിൽ അത് അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കുകയും ആ ചെമ്പുപാളികൾ എന്നുള്ളത് പിന്നീട് തുടർന്ന് ഫയൽ നീക്കത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ആ ഫയൽ നീക്കം നടത്തേണ്ടിയിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കൃത്യമായി ദേവസ്വം ബോർഡിൽ സ്വാധീനമുള്ള പത്മകുമാർ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥർക്കു മേലും നിയന്ത്രണവും സ്വാധീനവും ഉള്ള വ്യക്തിയാണ് പത്മകുമാർ എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ SIT കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള പത്മകുമാറാണ് ആ നിയന്ത്രണം കൈവശമുള്ള പത്മകുമാറാണ് ഓരോരുത്തരും മുരാരി ബാബുവും വാസുവും അടക്കം എല്ലാവർക്കും കൃത്യമായി നിർദ്ദേശം നൽകുകയായിരുന്നു. ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഏറ്റവും ഒടുവിൽ ഉത്തരവ് പുറത്തിറക്കുമ്പോൾ പോലും ആ ഉത്തരവിന് കാരണക്കാരനായതും പത്മകുമാറാണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ ഓരോ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി നിർദ്ദേശം നൽകിക്കൊണ്ട് ചെമ്പുപാളികളാക്കി അത് തീർത്തുകൊണ്ട്, അതായത് സ്വർണത്തെ ചെമ്പാക്കുന്ന മാജിക്കിന്റെ ഉടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മജീഷ്യൻ എന്ന് പറയുന്നത് പത്മകുമാറാണ് എന്നുള്ളത് SIT കണ്ടെത്തുകയാണ്. ഈ ഇത്തരം ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ ഒക്കെ തന്നെ അതിന് സഹായകരമാകുന്ന, സാധൂകരിക്കാവുന്ന തെളിവുകൾ കൂടിയായി മാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ 2019 ദേവസ്വം ഉദ്യോഗസ്ഥർ, പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ഉദ്യോഗസ്ഥരും ജീവനക്കാരും വരെ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീത.